ശാസ്ത്രമേളയിൽ കട്ടിലും സോഫയും ഉണ്ടാക്കി ആളുകളെ ഞെട്ടിച്ച് സമൂഹ മാധ്യമങ്ങളിൽ താരമായിരിക്കുകയാണ് കണ്ണൂർ കാപ്പാട് സ്വദേശിയായ 3ാം ക്ലാസ്സുകാരനായ അമൽ കൃഷ്ണ. ഏറെ അധ്വാനം വേണ്ട കട്ടിലും സോഫയും നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാക്കി 1ാം സമ്മാനവും വാങ്ങിയാണ് അമൽ ശാസ്ത്രമേളയിൽ നിന്ന് മടങ്ങിയത്. കാപ്പാട് സ്വദേശി അഖിലേഷിന്റെയും നിമിഷയുടെയും മകനായ അമൽ കട്ടിലും സോഫയും ഉണ്ടാക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അമൽ കൃഷ്ണ എന്ന കൊച്ചുമിടുക്കനൊപ്പം കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ള തയ്യാറാക്കിയ റിപ്പോർട്ട്. നമ്മൾ ഇപ്പോൾ ഉള്ളത് ഒരു വൈറൽ താരത്തിൻ്റെ കൂടിയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്നത് ഈ അമൽ കൃഷ്ണ എന്ന 3ാം ക്ലാസ്സുകാരൻ്റെ ദൃശ്യങ്ങളാണ്. 3 മണിക്കൂർ കൊണ്ട് ശാസ്ത്രമേളയിൽ കട്ടിലും അതുപോലെ തന്നെ ഒരു കുഞ്ഞ് സോഫയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു അത്ഭുതം ഉണ്ടാക്കിയ ഒരു കുട്ടിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇതെങ്ങനെയാണ് മോനെ ഈ 3 മണിക്കൂർ സമയം കൊണ്ട് എങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കിയത്? എങ്ങനെയാണ് അച്ഛൻ പറഞ്ഞതല്ലുണ്ട് ഇതൊക്കെ? അച്ഛൻ്റെ കൂടെ നിന്നിട്ടാണ് പണിയൊക്കെ എങ്ങനെ പഠിച്ചത്? എങ്ങനെയാണ് പണിയൊക്കെ ഉണ്ടാക്കാനൊക്കെ? അച്ഛൻ്റെ വീട്ടിൽ നിന്ന് പഠിച്ചു. അപ്പം വീട്ടിൽ നിന്നെല്ലാം ചെയ്ത് നോക്കല്ലേ ഇങ്ങനെ ഓരോ സാധനം? വലിയ ഇഷ്ടമുള്ള പരിപാടിയാണോ ഇത് ഉണ്ടാക്കലൊക്കെ? ഇങ്ങനെ കട്ടിലും മേശയൊക്കെ ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളത്? ബെഞ്ചോ, ഡെസ്കോ, ചെറാപ്പലിയും പലയും പിന്നെ കട്ടിലും സോഫയും ഉണ്ടാക്കി. എങ്ങനെയാ നിങ്ങൾ ഈ ശാസ്ത്രമേളയിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ഇപ്പോൾ നേരം ശാസ്ത്രമേളയിൽ 3 മണിക്കൂർ കൊണ്ട് ആടുന്ന് ആക്കി. പിന്നെ കുറേ പണിപ്പെടേണ്ടി വന്നോ? കുറച്ച്. അപ്പം പിന്നെ ഈ മരമെല്ലാം നമ്മൾ തന്നെ കൊണ്ടുപോകണം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്? ഇഷ്ടമുള്ള പരിപാടിയാണ്. വേറെ മുന്നേ എല്ലാം ഈ ശാസ്ത്രമേളയിൽ പങ്കെടുക്കലുണ്ട് അതിനപ്പോൾ? അന്നേരം എങ്ങനെയാ പരിപാടിയെല്ലാം എങ്ങനെയാ? ഇതേപോലെ തന്നെ 3 മണിക്കൂർ സമയം അതിനുള്ളിലാക്കിക്കോ. അത് കട്ടിലിൽ വേറെ നമുക്ക് എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം ഈ വീഡിയോ എല്ലാം കണ്ടിട്ട് ആൾക്കാരെല്ലാം എന്ത് പറഞ്ഞു? ഫേസ്ബുക്കിലെല്ലാം കണ്ടിട്ട് സൂപ്പർ പറഞ്ഞു. അതെയാ? ടീച്ചർമാരെല്ലാം പറഞ്ഞേ? ടീച്ചർമാരും അതേപോലെ തന്നെ. അല്ലെങ്കിൽ ഭയങ്കര സന്തോഷമായി. എൻ്റെ അച്ഛനമ്മയെല്ലാം പറഞ്ഞേ? അച്ഛനമ്മയും അതേപോലെ തന്നെ പറഞ്ഞേ. അതെയാ? ഇനിയിപ്പോൾ എന്താ പരിപാടിയാണെന്ന് വന്നിരിക്കും? ഇനിയിപ്പോൾ എന്താണ് കൂടുതൽ സാധനങ്ങളെല്ലാം ഉണ്ടാക്കാനുള്ള തീരുമാനമുണ്ടോ? കൂടുതലല്ല ഒന്ന്. എന്താ ഉണ്ടാക്കുന്നത് ഇനി? സ്റ്റൂളാ? എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ പഠിച്ചു കഴിഞ്ഞാ അടുത്ത ഇനി സ്റ്റൂളാണ് ഉണ്ടാക്കുന്നത്? അതെയാ? അപ്പം പിന്നെ ഈ ഫേസ്ബുക്കിലെ വീഡിയോ കണ്ടിട്ട് ഫ്രണ്ട്സ് എല്ലാം എന്തൊക്കെ പറഞ്ഞാ? എന്നാ പറഞ്ഞേ? അടിപൊളി പറഞ്ഞു. അതെയാ? ഭയങ്കര ഹാപ്പിയായി വീഡിയോ എല്ലാം കണ്ടല്ലോ. അതാരാ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഈ കാര്യങ്ങൾക്കെല്ലാം വീട്ടിൽ നിന്ന്? അച്ഛനെല്ലാം പഠിപ്പിക്കുന്നത്? അതെയാ? ഏതായാലും ഒരു ചെറിയ പ്രായത്തിൽ തന്നെ വളരെ പെട്ടെന്ന് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കുക എന്നുള്ളത് എളുപ്പമുള്ളൊരു പരിപാടിയല്ല. പക്ഷേ അമൽ കൃഷ്ണ അത് വളരെ എളുപ്പം സാധിച്ചെടുത്തു എന്നുള്ളതാണ്. അതൊരു ജന്മസിദ്ധി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കെ സുബിത്തിനൊപ്പം മിഥുൻ പിള്ള, ജനം, കണ്ണൂർ.